ഇന്നത്തെ ദൗത്യം അവസാനിക്കുകയാണ്. സമയം 6:30 ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കുന്നു. മഴ പെയ്യുന്നുണ്ട്, പുഴയിൽ ഇനി തെരച്ചിൽ നടത്താൻ കഴിയില്ല. ഇനിയിപ്പോൾ സംവിധാനമൊക്കെ എത്തിച്ച് എക്സ്കവേറ്റർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇത് മണ്ണ് നീക്കിയിട്ടില്ല. അതും നാളെ ആയിരിക്കും നീക്കുക എന്നാണ് നമ്മൾ അറിയുന്നത്. AK അഭിലാഷോ ദീപക് വലേബിയോ തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരിലേക്കൊന്ന് പോകാം. AK അഭിലാഷ്, ഇന്നത്തെ ദൗത്യം പൂർണ്ണമായി അവസാനിപ്പിച്ചോ? തീർച്ചയായിട്ടും ഇന്നത്തെ ദൗത്യം പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡിൻ്റെ നിരപ്പിൽ ഉള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഭാഗത്ത് മൺകൂനയായി നിന്നിരുന്നു. ഇന്നിപ്പോൾ റോഡിൻ്റെ ആ ഉയരത്തിൽ മണ്ണ് നീക്കം ചെയ്തു. ഇനി ഇവരുടെ കണക്ക് പ്രകാരം 16 മീറ്റർ താഴ്ചയാണ് ഈ നദിയിലേക്കുള്ളത്. ആ 16 മീറ്റർ താഴ്ചയിൽ മണ്ണ് നീക്കണം. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരുമെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് എക്സ്കവേറ്റർ സംവിധാനം കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 1-2 ദിവസങ്ങൾക്കകം തന്നെ ഏതാണ്ട് ഒരു 20-25 മീറ്റർ നീളമാണ് ആ മണ്ണിനുള്ളത്. ആ ഭാഗത്തെ മണ്ണ് 2-3 ദിവസങ്ങൾക്കകം തന്നെ എടുത്തു മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇടിഞ്ഞിറങ്ങിയ മണ്ണ് പുഴയുടെ അടിത്തട്ടിലൂടെ ഈ മൺകൂന വരെയുള്ള ഭാഗത്തുണ്ട്. ആ ഭാഗത്തെ മണ്ണ് കൂടി നീക്കം ചെയ്യേണ്ടത് ഉണ്ട്. അത് ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് സാധ്യമാകുമോ എന്നുള്ള അറിയില്ല. കാരണം 60 അടിയോളം നീളത്തിൽ ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള സംവിധാനമാണ് അത് എന്നാണ് MLA നേരത്തെ തന്നെ പറഞ്ഞത്. നദിക്കടിയിലുള്ള മണ്ണ് അത്തരത്തിൽ നീക്കം ചെയ്യാൻ കഴിയുമോ, അതിൻ്റെ സാങ്കേതിക വിദ്യ എന്താണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും ആ ഭാഗത്തെ മണ്ണ് 2 ദിവസം കൊണ്ടാകും നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. 2 ഭാഗത്ത് വെച്ചായിരിക്കും നീക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ മൺകൂനയിൽ ഏതെങ്കിലും തരത്തിൽ ആ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമോ എന്നുള്ള സാധ്യത കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിന് ഡ്രഡ്ജർ സംവിധാനം അടക്കം വേണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. അത് ഈ സംവിധാനം ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സാങ്കേതിക വിദഗ്ധരാണ് പറയേണ്ടത്. ഡ്രഡ്ജർ സംവിധാനം എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അത് ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. കാരണം നമുക്ക് ഇവിടെ താഴത്തേക്ക് ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് കാണാം ഇവിടെ റെയിൽവേ പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിലൂടെ കൊണ്ടുവരണം. ഗോവയിൽ നിന്നാണെങ്കിലും മംഗലാപുരത്ത് നിന്നാണെങ്കിലും ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് ഈ പാലത്തിനടിയിൽ കൂടെയാണ് കൊണ്ടുവരേണ്ടത്. ഈ പാലത്തിനടിയിൽ കൂടെ ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയുമോ? അതായത് അതിൻ്റെ ഉയരവും അതിൻ്റെ വീതി അടക്കം അതിൻ്റെ വലിപ്പമടക്കമുള്ള വലിപ്പം അതിൻ്റെ ഉള്ളിലൂടെ വരുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ ചില സംശയവും MLA അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം അത്തരത്തിൽ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ അത് സാധ്യമാകുമെങ്കിൽ അതുപോലും കൊണ്ടുവരാൻ തയ്യാറാണ് എന്നാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് MLA അടക്കം പറയുന്നത്. അതായത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ശക്തമായ മഴയായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിലവിധാനം ഒരുക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ എക്സ്കവേറ്റർ എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ സ്ഥലത്തെ കൂടുതൽ മണ്ണ് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ നദിയുടെ അടിത്തട്ടിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിയുള്ള പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നദിയുടെ അടിത്തട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതിഭാസം കൊണ്ട് തന്നെ മണ്ണ് ഒലിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അതിൽ പുതഞ്ഞു പോകാനുള്ളൊരു സാധ്യത കൂടി നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോണാർ സംവിധാനം അടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് അതുകൊണ്ടാണോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. AK അഭിലാഷ്, ഇവിടെ അതുവഴി കടന്നുപോയിട്ടുള്ള KV ലൈൻ അത് എത്ര KV ആണ്? ഇപ്പുറത്തേക്കുള്ള ആ ലൈൻ അത് പൊട്ടി വെള്ളത്തിലേക്ക് വീണു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ സ്ഥിരീകരിക്കാമോ? തീർച്ചയായിട്ടും ഈ KV ലൈൻ ഇവിടെ പൊട്ടി വീണ് 2 ഭാഗത്തേക്ക് 2 മലയ്ക്ക് മുകളിൽ നിന്നുള്ള ഭാഗത്തേക്കായിരുന്നു അതുണ്ടായിരുന്നത്. അതിൽ നടുവിലുള്ള അതായത് ഇപ്പോൾ മണ്ണിടിഞ്ഞ ഭാഗത്തായിരുന്നു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ടവറാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴോട്ട് വീഴുകയും ഈ നദിയിലേക്ക് ഈ KV ലൈൻ നിൽക്കുകയും ചെയ്തത്. നമ്മളത് നേരത്തെ പറയുണ്ടായി. കാരണം ഈ KV ലൈൻ ഈ ടവറോട് കൂടി ഈ നദിയിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു തടസ്സമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വലിയ ഹെവി ആയിട്ടുള്ള കേബിളുകളാണ് ഇതിൽ ബന്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് നദിയുടെ ഒരു മുക്കാലോളം ഭാഗത്ത് മറുകരയിൽ നിന്ന് ഒരു മുക്കാലോളം ഭാഗത്ത് ഈ കേബിൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് നദിയിൽ തന്നെ നോക്കിയാൽ കാണാം. ചില മരങ്ങളൊക്കെ അവിടെ തങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത്രയും നീളത്തിൽ മരങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിത്തട്ടിലേക്ക് ഇത് നിൽക്കുന്നുണ്ടോ, അടിത്തട്ടിൽ കൂടുതൽ മരങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഇതിൻ്റെ ഒഴുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അത്രത്തോളം ഒഴുക്ക് കാണുന്നില്ല. അതായത് അവിടെ വിധാനം കുറച്ച് ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അടിഭാഗം
മുകൾഭാഗത്ത് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ഒഴുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് കൂടുതൽ ഒഴുക്ക് അവിടെ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം 15 മീറ്ററോളം ആഴം ഈ പുഴയ്ക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്ത് ഈ വെള്ളം ഈ തടിച്ചു നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഈ കേബിളിൽ കുടുങ്ങി ഏതെങ്കിലും മരങ്ങളോ മറ്റോ ഈ വാഹനം തന്നെയോ ഇവിടെ കുടുങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ മുകൾ ഭാഗത്ത് വെള്ളം തടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പോലും അവിടെ പരിശോധനകൾ നാവിക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. ഏതായാലും അവിടെ ഇത്തരത്തിൽ എന്തോ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടായിരിക്കാം മുകളിലൊരു മൺതിട്ട രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടായതും അതോടൊപ്പം തന്നെ മൺതിട്ട പിന്നീട് നീങ്ങി പോകാതിരിക്കാനും നിൽക്കുന്നു എന്നാണ് ഒരു സംശയം ബലപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേബിളിൻ്റെ മുകളിൽ വലിയ തരത്തിൽ ഭാരമുണ്ട്. അതായത് ഈ കേബിൾ ഇപ്പോഴും ഇങ്ങനെ കമ്പനം ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേബിളിൻ്റെ മുകളിൽ വലിയ തരത്തിൽ ഭാരമുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും. അവിടെയുള്ള ഒരു ടവർ മറിഞ്ഞു വീണ ആ മലയിടിച്ചിൽ സൈറ്റിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാം. അത് ബന്ധിപ്പിച്ചിരുന്നത് കരയിലുള്ള ഒരു ടവറിലേക്ക് തന്നെയാണോ? ആ ടവറിന്റെ ലൊക്കേഷൻ എവിടെയാണ്? ആ ടവറിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആ ടവർ ഒരു മലയുടെ ഈ മണ്ണിടിഞ്ഞ മലയുടെ ആ മണ്ണിടിഞ്ഞ ഭാഗത്തെ ഏറ്റവും മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ആ പോയിന്റിലേക്ക് കാണാം. ആ ഭാഗത്തെ ഏറ്റവും ഉയരമുള്ള ആ പോയിന്റിലാണ്, ആ ടിപ്പിലായിരുന്നു, ആ ഇടിഞ്ഞ ഭാഗത്തിൻ്റെ അവിടെയായിരുന്നു ആ ടവർ ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മറിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ മറിഞ്ഞു വീണ ആ ടവറിൻ്റെ മറുഭാഗം നിൽക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. അതായത് പുഴയുടെ മറുഭാഗത്തേക്ക് ഏതാണ്ട് നോക്കിയാൽ കാണാം. അവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാകുമോ എന്നറിയില്ല. ആ മരങ്ങൾക്കപ്പുറത്താണ് ഒരു ടവർ നിൽക്കുന്നത്. ആ ടവറിലേക്കായിരുന്നു ഇത് ബന്ധിപ്പിച്ചത്. അതായത് ഏതാണ്ട് ഒരു 500 മീറ്ററോളം നീളം ഇത് തമ്മിലുള്ള കേബിളുകൾക്കുണ്ടാവും, ഇതിനിടയിലുള്ള കേബിളുകൾക്കുണ്ടാവും. ആ കേബിളാണ് ഇപ്പോൾ പൊട്ടി ഈ ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഏതാണ്ട് ഒരു 200-300 മീറ്റർ നീളത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേബിളുകൾ ഇവിടെ എവിടെയെങ്കിലും ചൊറഞ്ഞു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മരത്തടിയിലോ അല്ലെങ്കിൽ ഈ വാഹനത്തിലോ ഒക്കെ ചൊറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. ചുറ്റിക്കിടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ നദിയിൽ, അതായത് നദിയിൽ കനത്ത അടിയൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ട് പരിശോധന ഇതുവരെ പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതല്ലേ വസ്തുത അഭിലാഷ്? പൂർണ്ണമായി ഇതല്ല, ഒരു ഭാഗികമായിട്ട് പോലും ഇതിൻ്റെ അടിത്തട്ട് പരിശോധന ഇപ്പോൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് നേരത്തെ സൂചിപ്പിച്ച മുങ്ങൽ വിദഗ്ധർക്ക് ഇതിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ കുത്തൊഴുക്കാണ്. 15 മീറ്ററോളം ആഴത്തിലുള്ള കുത്തൊഴുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. അത്രയേറെ കുത്തൊഴുക്കുള്ളൊരു വെള്ളമാണ്. അതിലേക്ക് ഒരു മുങ്ങൽ വിദഗ്ധന് ഇറങ്ങി അടിത്തട്ടിൽ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കഴിയാത്തൊരു കാര്യമാണ്. ഏതായാലും ഈ ഒഴുക്ക് നിലച്ചതിന് അല്ലെങ്കിൽ ഒഴുക്ക് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ അടിത്തട്ടിലൊരു പരിശോധന സാധ്യമാവൂ. ചില പരിശോധനകളൊക്കെ വ്യക്തമാവുന്നത് അടിത്തട്ടിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ അവിടെ ഇത്തരത്തിൽ ചളിയൊക്കെ കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കേബിളിൻ്റെ ഇടയിൽ ഏതെങ്കിലും മരങ്ങളോ ഒക്കെ വന്ന് തങ്ങി നിന്നുകൊണ്ട് അവിടെ കൂടുതൽ ചളി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ മീറ്ററോളം ഉയരത്തിൽ 2, 3, 4 മീറ്ററോളം വരെ ഉയരത്തിൽ ഈ ചളി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് മലയിൽ നിന്നുള്ള ആ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് ഇവിടേക്കും നദിയിലേക്ക് വീണിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അതിനുള്ള ടൺ കണക്കിന് മണ്ണാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ആ മണ്ണ് അവിടെ തങ്ങി നിൽക്കാനും അതിനുള്ളിൽ വാഹനം പൊതിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ സോണാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അത്തരം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ ISRO നൽകിയ ചിത്രങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന തന്നെയായിരുന്നു നടന്നത്. അതായത് മണ്ണിടിഞ്ഞ ഭാഗത്ത് നദിക്കരയിൽ ആ നദിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഇന്ന് കേന്ദ്രീകരിച്ച് ഉള്ള പരിശോധന നടത്തിയത്.